ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആലി വൽ അസ്ഹാബി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഫിഖ്ഹ് ക്ലാസ് പാഠം 118 അറിവ്. പെരുന്നാൾ ദിവസത്തിൽ ഹാജിമാർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജംറത്തുൽ അഖബ എറിയുക, അറുക്കുക, മുടിയെടുക്കുക, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഇത് ക്രമപ്രകാരം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്, നിർബന്ധമില്ല. ഇതിൽ ജംറത്തുൽ അഖബ എറിയുക എന്നതിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്തു. അടുത്തത് അറുക്കുക എന്നുള്ളതാണ്. ഇവിടെ ജംറത്തുൽ അഖബ എറിയുക, മുടിയെടുക്കുക, തവാഫ് ചെയ്യുക, ഈ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തുടങ്ങുന്നതോടെ തൽബിയത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. പിന്നീട് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലൊന്നും തൽബിയത്ത് ചൊല്ലേണ്ടതില്ല, തക്ബീറാണ് ചൊല്ലേണ്ടത്. അതെ, പെരുന്നാൾ ദിനം ദുഹർ മുതൽ ദുൽഹജ്ജ് 13 സുബ്ഹി വരെ എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ തക്ബീർ ചൊല്ലൽ അത് ഹാജിമാർക്കും പ്രത്യേകം സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം ഹാജിമാർ ജമാഅത്തായി നടത്തൽ സുന്നത്തില്ല, പക്ഷേ അവിടെ ഒറ്റക്ക് നിസ്കരിക്കൽ സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതനുസരിച്ച് നമുക്ക് ഒറ്റക്ക് നിസ്കരിക്കാം. ഹാജിമാർക്ക് പെരുന്നാൾ ദിവസം ചെയ്യാനുള്ള 4 പ്രധാന കർമ്മങ്ങളിൽ ഒന്ന് അറുക്കലാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഹാജിമാർക്ക് 3 വിധത്തിലുള്ള അറവ് ഉണ്ട്. ഒന്ന് ഉളഹിയ്യത്ത്. പെരുന്നാളിനോടനുബന്ധിച്ച് ഹാജിമാർക്കും അല്ലാത്തവർക്കുമൊക്കെ സുന്നത്തുള്ള, ശക്തിമത്തായ സുന്നത്തുള്ള അറവാണല്ലോ ഉളഹിയ്യത്ത് എന്നുള്ളത്. ഹാജിമാർക്ക് ഉളഹിയ്യത്ത് പ്രത്യേകം നിർബന്ധമില്ല, പക്ഷേ ദാനധർമ്മങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്കൊക്കെ ഒരുപാട് പുണ്യം ലഭിക്കുന്ന സന്ദർഭവും സ്ഥലവും സമയവുമാണല്ലോ ഹജ്ജിൻ്റെ സമയം. അതിനാൽ തന്നെ സാധിക്കുന്നവരൊക്കെ ഉളുഹിയ്യത്ത് അറുക്കേണ്ടതാണ്. ഉളുഹിയ്യത്ത് നമുക്കറിയാം, ആട്, മാടൊട്ടകം എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെയാണ് അറുക്കേണ്ടത്. ഒട്ടകമോ മാടോ ആണെങ്കിൽ 7 പേർക്ക് കൂടി ഒന്ന് മതിയാവുന്നതാണ്. ഒന്നിലധികം ആളുകൾ പങ്കുചേർന്നുകൊണ്ട് 7 ആൾ വരെ പങ്കുചേർന്നുകൊണ്ട് അറുക്കാവുന്നതാണ്. ആടിന് ഒരാളിൽ കൂടുതലാവാനൊരു വകുപ്പുമില്ല. നെയ്യാടിന് 1 വയസ്സ് തികഞ്ഞിരിക്കണം, കോലാടിന് 2 വയസ്സ് തികയണം, മാടിന് 2 വയസ്സ് തികയണം, ഒട്ടകത്തിന് 5 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ പറയത്തക്ക ന്യൂനതകളൊന്നും ഇല്ലാത്തതാവണം. ഇതെല്ലാം ബലിമൃഗത്തിൻ്റെ നിബന്ധനകളാണ്. പെരുന്നാൾ ദിനം സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നതു മുതൽ ബലിയറുക്കുന്ന സമയമാവുന്നതാണ്. അഥവാ ചുരുങ്ങിയ 2 റക്അത്തിനും 2 ഖുത്ബക്കും മതിയാവുന്ന സമയം കഴിഞ്ഞാൽ ബലിയറുക്കാൻ സമയമായി. ദുൽഹജ്ജ് 13 സൂര്യാസ്തമയം വരെ സമയമുണ്ട്. രാത്രി അറുക്കൽ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഹാജിമാർ പെരുന്നാൾ ദിനം ജംറ എറിഞ്ഞ ഉടനെ മുടിയെടുക്കുന്നതിൻ്റെ മുമ്പ് മിനയിൽ വെച്ച് അറുക്കലാണ് അവർക്ക് ഉത്തമം. മിനയിൽ നമുക്കറിയാം, മറവിനെ സജ്ജമാക്കിയ വിശാലമായ സൗകര്യങ്ങളുണ്ട്. മൻഹർ എന്നാണ് ആ സ്ഥലത്തിന് പറയുക. അതിന് തൊട്ടടുത്തായി തന്നെ മൃഗങ്ങളെ വിലക്ക് വാങ്ങാൻ വിപുലമായ സംവിധാനങ്ങളുമുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഉളുഹിയ്യത്ത് അത് നേർച്ചയാക്കിയാൽ നിർബന്ധമായി തീരുന്നതാണ്. നിർബന്ധമായ ഉളുഹിയ്യത്തിൻ്റെ ഒന്നും, അതിൻ്റെ മാംസമോ ഒന്നും അവൻ ഭക്ഷിക്കാനോ സ്വയം എടുക്കാനോ ഉപയോഗിക്കാനോ പാടുള്ളതല്ല. മുഴുവനും വിതരണം ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ സുന്നത്തായ ഉളുഹിയ്യത്ത് നമുക്കറിയാം, അതിൻ്റെ അല്പമെങ്കിലും ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. ബാക്കി മുഴുവനും അവൻ വേണമെങ്കിൽ സ്വയം ഭക്ഷിക്കാൻ വേണ്ടി എടുക്കാം. അല്പം സ്വയം ഭക്ഷിക്കാനെടുത്ത് ബാക്കി മുഴുവനും പാവങ്ങൾക്ക് ധർമ്മം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ ഉളുഹിയ്യത്തിൻ്റെ ഒന്നും വിൽക്കാനോ പണിക്കാർക്ക് കൂലിയായി കൊടുക്കാനോ പാടുള്ളത് അല്ല. അതേ, അയ്യാമുത്ത ശരീക്ക് കഴിഞ്ഞാൽ ആ വർഷത്തെ സുന്നത്തായ ഉളുഹിയ്യത്തിൻ്റെ സമയം നഷ്ടപ്പെട്ടു. നേർച്ചയാക്കിയതാണെങ്കിൽ ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. ഉളുഹിയ്യത്തുമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതേ, ഹാജിമാർ 3 വിധം അറവുണ്ടെന്ന് പറഞ്ഞു. 2ാമത്തെ അറവാണ് ഹദി എന്നുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ കൂടുതൽ പരാമർശിച്ച ബലിയാണ് ഹദി എന്നുള്ളത്. നേർച്ചയാക്കിയോ അല്ലാതെയോ മക്കയിൽ അറുത്ത് വിതരണം ചെയ്യാൻ ഹാജിമാർ കൊണ്ടുപോകുന്ന ബലിമൃഗത്തിനാണ് പൊതുവെ ഹദി എന്ന് പറയുന്നത്. മക്ക ശരീഫിലേക്ക് പോകുന്ന ആളുകൾ കഴിയുമെങ്കിൽ ആട്, മാട്, ഒട്ടകങ്ങൾ ഏതെങ്കിലും ഒന്നിനെ കൂടെ കൊണ്ടുപോവൽ പ്രത്യേകം സുന്നത്തുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ
അതേ അള്ളാഹുവിൻ്റെ ഹബീബ് മക്കയിലേക്ക് 100 ഒട്ടകത്തെയാണ് ഹദിയായി കൊണ്ടുവന്നത്. കഴിയുമെങ്കിൽ ഒന്നിനെങ്കിലും നമുക്ക് കൂടെ കൊണ്ടുപോവാം. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ പ്രയാസമാണ്. എന്നാലും കഴിയുമെങ്കിൽ നമുക്ക് ഒരാടിനെയെങ്കിലും കൂടെ കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിക്കാം. ഉളുഹിയ്യത്തിൻ്റെ മൃഗത്തിന് വിവരിക്കപ്പെട്ട എല്ലാ വിധികളും ഈ ഹദിയിനും ബാധകമാണ്. ഹദിയ കൊണ്ടുപോകുന്നവർക്കും ഉളുഹിയ്യത്ത് പ്രത്യേകം സുന്നത്തുണ്ട്. ഹജ്ജിലെ 3ാമത്തെ വിധം അറവാണ് ഫിദിയ എന്നുള്ളത്. ഹജ്ജിലോ ഉംറയിലോ സംഭവിച്ചേക്കാവുന്ന ന്യൂനതകൾ പരിഹരിക്കാനായി നൽകപ്പെടുന്ന അറവാണല്ലോ ഫിദിയ. ആ ഫിദിയ അറുക്കേണ്ട സമയം ന്യൂനത സംഭവിച്ചതു മുതൽ തന്നെ തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഫിദിയയെ പറ്റി വിശാലമായി നമുക്ക് ശേഷം ചർച്ച ചെയ്യാം. തമത്തു, ഖിറാൻ എന്നിവർ ഫിദിയ കൊടുക്കേണ്ടതുണ്ട്, നേരത്തെ പറഞ്ഞു. ആ ഫിദിയയും അതുപോലെ പെരുന്നാൾ ദിവസം നിർബന്ധമായ മറ്റ് അറവുകളെല്ലാം മിനയിൽ വെച്ച് ഉളുഹിയ്യത്തിൻ്റെ സമയത്ത് അറുക്കലാണ് പ്രത്യേകം സുന്നത്തുള്ളത്. തമത്തുകാർ കൂടുതൽ ആളുകളും തമത്തു ആയിട്ടായിരിക്കാം ഇഹ്റാം ചെയ്തത്. അവർ ഹജ്ജിന് ഇഹ്റാം ചെയ്തത് മുതൽ തന്നെ അറവ് നിർബന്ധമാകുമെങ്കിലും എപ്പോഴും അവർക്ക് അറുത്തു കൊടുത്താൽ മതിയാവുന്നതാണ്. പക്ഷേ അവിടെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ മിക്ക പേർക്കും നിർബന്ധമാവുന്ന ഈ അറവ് മക്കയിൽ ഉംറയ്ക്ക് ശേഷം നിർവഹിക്കുകയാണെങ്കിൽ ഇക്കാലത്ത് അത് പലർക്കും മാംസം കൊണ്ട് ഉപകരിക്കുന്നതാണ്. കാരണം മിനയിൽ മാംസം സ്വീകരിക്കാൻ ചിലപ്പോൾ ആവശ്യക്കാരെ കിട്ടാൻ പ്രയാസമായി വരികയാണ്. മക്കയിൽ വെച്ച് ആ അറവ് നമ്മൾ നടത്തിയാൽ, ഉംറ കഴിഞ്ഞ ഉടനെ നടത്തിയാൽ പലർക്കും ആ മാംസം ഉപയോഗിക്കാൻ കഴിയും. ഫിദിയയും അതുപോലെ തന്നെ ഈ ഹദിയയുമൊക്കെ ഹറമിൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് അറുക്കലും അവിടെയുള്ള ദരിദ്രർക്ക് വിതരണം ചെയ്യലും നിർബന്ധമാണ്. മിന ഹറമിൽപ്പെട്ട സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സ്ഥലത്ത് മിനയിൽ വെച്ചോ മക്കയുടെ പരിധിയിൽ വെച്ചോ അറവ് നടത്തൽ നിർബന്ധമാണ്. അറവ് നടത്തുമ്പോൾ പുരുഷന്മാർ അവർ സ്വന്തമായി തന്നെ അറുക്കലാണ് ഏറ്റവും നല്ലത്. അറുക്കാൻ കഴിവുണ്ടെങ്കിലും മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ സ്വന്തം തന്നെ അറുക്കലാണ് സുന്നത്ത്. സ്ത്രീകൾ അവർ പുരുഷന്മാരെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അറുക്കുന്ന സമയത്ത് അവിടെ ഹാജരാവൽ എല്ലാവർക്കും പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ അറുക്കുമ്പോഴോ മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോഴോ ഉടമസ്ഥന്മാർ നിയ്യത്ത് വെക്കണം, അത് നിർബന്ധമാണ്. അറുക്കുമ്പോൾ ബലിമൃഗത്തിൻ്റെ കഴുത്ത് കിബിലയിലേക്ക് തിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ അറുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ വസല്ലല്ലാഹു അലാ റസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. അറവിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കടമ വീടണമെന്ന ബോധം ഏവർക്കും ഉണ്ടായിരിക്കണം. ഇന്ന് നമുക്കറിയാം, അവിടെ വ്യാപകമായി ബാങ്കുകളുണ്ട്, ചിട്ടിയെടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെയൊന്നും സൂക്ഷ്മാവസ്ഥ, യഥാർത്ഥ അവസ്ഥ എന്താണെന്നറിയാത്ത സ്ഥിതിക്ക് അവിടെയൊന്നും കൊടുത്താൽ മതിയാവുന്നതല്ല. സ്വയം തന്നെ നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. അതൊക്കെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു ജല്ല ജലാലുഹു ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, അല്ലാഹുവിൻ്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.